പൊളിക്കടാ. ഞാനല്ലേ വിട്ടു. അതെ അയ്യോ അമ്മച്ചേ. ഏതായാലും ചെയ്ത്തിത്തിരി കടുത്തുപോയി. മൂർഖനെയാ നോവിച്ചു വിട്ടത്. മൂർഖനെയാണ് നോവിച്ചു വിട്ടതെന്ന് അറിയാളിയാ. അത് പിന്നെ കുഴപ്പമില്ല. തല്ലിയവരും തല്ലുകൊണ്ട് ഒരു മൂർഖന്മാരായതുകൊണ്ട് വലിയ ഏനക്കേട് വരില്ല. എടാ ഉപ്പ് കണ്ടം കോര കഴിവണമേ, ഇറങ്ങി വാടാ. വേണ്ട പ്രിൻസിപ്പലെ, വേണ്ട. വിടാം. പ്രിൻസിപ്പാള്? ഏത് പ്രിൻസിപ്പാള്? ഏത് കോളേജ്? ഞാൻ കോട്ടയം കുളിച്ചാടാ കേടി. പ്രിൻസിപ്പാള് അതൊക്കെ പണ്ട് 4ാം ക്ലാസ്സിൽ ഡ്രില്ലുള്ളതിനെ പ്രിൻസിപ്പാളെന്ന് വിളിക്കുന്ന കഴിവണ മോനെ. നീ മേടിക്കും. ഇറങ്ങി വാടാ കോര കഴിവണ മോനെ. എടാ പാപ്പി, അപ്പി, മാത്ത, പോത്ത, എവിടാ നിന്റെ ചേട്ടൻ? ചത്തോടാ. ഇറക്കി വിടാ അവനെ. ഇന്ന് അവന്റെ കുടലെടുത്ത് മപ്പാസ് അടിച്ചിട്ട് തന്നെ കാര്യം. കോട്ടയം കുഞ്ഞത്തിനെ തല്ലാൻ ചങ്കുറപ്പുള്ള ഏത് ഉപ്പുകണ്ണൻ ചട്ടമ്പിയാണോ ഉള്ളത്? കണ്ണി മണ്ണ് വാരിട്ടിട്ടുള്ള ആമ്പിള്ളേർ തല്ലുന്നേ. ഇതിന്റെ പൂഴിക്കിടങ്ങനടിയോ? നീ എവിടാ തച്ചോളി എന്റെ പല കഴിവടാ മോനെ. ഇറങ്ങി വരികയല്ലടാ, ഇറങ്ങി വരികയല്ല. എനിക്കറിയാം നീയൊക്കെ 8ഉം 10ഉം പേരും കൂടി ഓർക്കാപ്പുറത്ത് വന്ന് തല്ലും. നിന്റെ വീട്ടുമുറ്റത്താടാ നിൽക്കുന്നേ. ധൈര്യം കൊണ്ട് ആരാണ് ഇറങ്ങി വാടാ. ഓരോ കഴിവേറി. ഏലിയമ്മേ, നിന്റെ ചുന്നരി മോളെ ഇങ്ങോട്ട് പറഞ്ഞു വിടറി. നിന്റെ മോള് അവള് പറഞ്ഞിട്ടാ ഞാൻ ആ കിഴക്കൻ മലയെന്ന് വന്ന കൊരങ്ങനെ അവമാനിച്ചു വിട്ടത്. എന്നിട്ട് നേരം വെളുത്തപ്പം കാല് മാറി. കള്ള കഴിവളുടെ മോള്. എന്നെ പറ്റിച്ചവളെ ഞാൻ വെറുതെ വിടാൻ പോടില്ല. എടി ഏലിയമ്മേ, നിന്റെ പെമ്മക്കള് രണ്ടും എന്റെ കൈ കിടന്ന് പിടയ്ക്കും. എന്റെ തള്ളള പ്രായമുണ്ട് നിനക്ക്. എന്നാലും പറയാ, നീയും എന്റെ കൈ കിടന്ന് പിടയ്ക്കൂടി. എടാ ഊറിയ പുള്ളിയോളെ മീക്കായേ, നീ ചെവിയെ നുള്ളിക്കോ. 8 ദിവസം നീ ഒന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. കോട്ടയം കുഞ്ഞച്ചനാണാ പറയുന്നേ. എടീ മോളെ, മോളിക്കുട്ടി, നീ നിന്റെ തന്തയ്ക്കും അമ്മാച്ചന്മാർക്കും വേണ്ടി പള്ളിയിൽ പോയി മരണവാപ്പീസ് ചെല്ലിക്കോടി. വരടാ മോളെ. പ്രിൻസിപ്പലെ, കോട്ടയം എവിടെ കിടക്കുന്നു, ഉപ്പ് കണ്ട എവിടെ കിടക്കുന്നു. കുഞ്ഞച്ചനോടാടാ കളി. അടിയും തടിയും മരത്തെ കയറ്റം പിടിച്ചടാ കുഞ്ഞ. ചേച്ചി, എന്തിനാ ചേച്ചി ഇങ്ങനൊരു കള്ളം പറഞ്ഞത്? കണ്ടില്ലേ എന്തെല്ലാം പുലിവാലുകളാണ് അതിന്റെ പുറകെ. ചേച്ചിയുടെ മനസ്സിലെന്താ? എനിക്ക് ആ ജോയിക്കുട്ടിയെ ഇഷ്ടമാണ്. എങ്കിലും അത് നേരത്തെ അങ്ങ് എല്ലാരോടും പറഞ്ഞുകൂടായിരുന്നോ? ഇത്രയ്ക്കൊരു വളഞ്ഞ വഴി വേണ്ടിയിരുന്നോ? ഞാനാരോടും പറയാൻ പോണില്ല.
പാവം കുഞ്ഞച്ചൻ ചേട്ടൻ എന്താശയായിരുന്നു. ചേച്ചിക്ക് വേണ്ടിട്ടാ കുഞ്ഞച്ചൻ ചേട്ടൻ ഈ ബഹളം ഒക്കെ ഉണ്ടാക്കിയത്. എന്നിട്ടും എനിക്ക് ആ മനുഷ്യനോട് ഒരു വിരോധവും തോന്നില്ല. പാവം. മികായിലേക്കാ എന്താ? നിങ്ങളുടെ തോട്ടത്തെ ആരോ തീയിടുന്നു. ആ കോട്ടയം കുഞ്ഞച്ചനാണെന്നാ തോന്നുന്നത്. എന്റെ കർത്താവേ, അയ്യോ എന്റെ കർത്താവേ. എന്റെ ദൈവമേ, എന്റെ കർത്താവേ. പ്രിൻസിപ്പളെ കൊന്നു. ആരെ? ഇപ്പൊ എന്റെ ചേട്ടൻ മിഖാലേനെ കൊന്നു. എവിടെ? അവിടെ തോട്ടത്തിലാരോ തീയും വെച്ചു. പ്രിൻസിപ്പൽ എങ്ങോട്ടെങ്കിലും ഒന്ന് മാറിയിരിക്കണം. ഞാനെന്തിനാണ് മാറി നിൽക്കുന്നേ? എന്ന് വെച്ചാ പ്രിൻസിപ്പലല്ലേ അവിടെ കിടന്ന് അലമ്പുണ്ടാക്കിയത്. അതിന് ചേട്ടാ ഇത് വലിയ പുലിവാലായല്ലോ. എടാ അലമ്പുണ്ടാക്കിട്ട് ഞാൻ നേരെ ഇങ്ങോട്ടല്ലേടാ പോകുന്നത്. എന്റെ കുഞ്ഞച്ചൻ ചേട്ടാ, അതൊക്കെ കോടതിയിലേ പറയാൻ പറ്റൂ. പോലീസ് ചേട്ടനെ തിരക്കി ഇവിടെ വരും. ഒന്ന് മാറിയിരുന്നു. നേരാ കുഞ്ഞച്ചാ, കുറച്ച് ദിവസം മാറി നിൽക്കും. പറയുന്ന ഏക്ക് പ്രിൻസിപ്പലെ. എവിടെടാ കുഞ്ഞച്ചൻ? എനിക്കറിയില്ല സാറേ. ഒരെണ്ണം കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. കഴിവേറെ മോനെ. എവിടാവൻ? ഇങ്ങോട്ട് വന്നാൽ അരിഞ്ഞ എല്ലാത്തിനെയും കൊന്നുകളയും. ഈ ലോകത്തെവിടെ നിയമമുള്ളതാ. വഴി നടക്കാൻ ഇടം കൊടുത്തോളവും. ഇതുവഴി ഞങ്ങൾ വഴി നടക്കും, ഞങ്ങളുടെ വണ്ടി ഓടിക്കും. തടയാൻ വന്നാ ഉണ്ടല്ലോ, നിന്റെ മറ്റവൻ അയച്ചിടത്തേക്ക് നിന്നെ അയക്കും. എല്ലാറ്റിനെയും കെട്ടിക്കാറായ പെമ്പിള്ളേരെ വെച്ച് ചട്ടമ്പി കളിക്കുന്നോടി കഴിവാണോ മോളെ?
ഈ ചെറുക്കനിത് എവിടെ പോയി എന്റെ ദൈവമേ? നീ എന്ത് വിചാരിച്ചേ ഈ കോട്ടയം കുഞ്ഞത്തിനെ പറ്റി? കവലയിലും പള്ളിയങ്കണത്തിലും ഒക്കെ നിന്റെ പുറകെ മണപ്പിച്ച് നടക്കുന്നവന്മാരെ കൂട്ടത്തിൽപ്പെട്ടവനാണ് ഞാനെന്ന് വിചാരിച്ചോ? ഒരു തൊഴിൽ കണ്ടിയാണ് ഞാനിവിടെ വന്നത്. നിന്നെ കണ്ടു, ഇഷ്ടപ്പെട്ടു, ആശ തോന്നി. മര്യാദ ചോദിച്ചല്ലേ ഉള്ളൂ. ഇല്ലാത്ത ആശ തോന്നി നീ എന്നെ കുരങ്ങളിപ്പിക്കാൻ നോക്കിയല്ലേ? ചെയ്യാത്ത തെറ്റിന് കുഞ്ഞച്ചൻ ഇന്ന് വരെ ശിക്ഷ അനുഭവിച്ചിട്ടില്ല. എന്നോ നാളെ ഞാൻ പോലീസിന്റെ വലയപ്പെടും. അപ്പം ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷ 10-12 കൊല്ലം ജയിലിൽ കിടക്കുമ്പോ അല്ലെങ്കിൽ തൂക്കുമരത്തിലേക്ക് പോകുമ്പോ എനിക്ക് പറ്റാത്തവൻ തോന്നാൻ പാടില്ല. എന്നെ അങ്ങനെ കഴുമരത്തിലേക്ക് വിട്ടിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഞങ്ങൾക്ക് ആരുമില്ല, ചോദിക്കാനും ആരും വരില്ല. കുഞ്ഞച്ചൻ ചേട്ടനോട് ഞാൻ ചെയ്തത് തെറ്റാണ്. ആ തെറ്റ് ക്ഷമ അർഹിക്കുന്നില്ല. പക്ഷേ മനഃപൂർവ്വമല്ല. ആ ജോയിക്കുട്ടിയെ എനിക്കിഷ്ടമായിരുന്നു. അപ്പം മരിച്ചു, ആരും ഇല്ലാതായി. ഒന്നിവിടം വരെ വരാനുള്ള മനസ്ഥിതി അയാൾക്ക് തോന്നിയില്ല. ചേട്ടൻ എന്ത് വേണമെങ്കിലും ആവാം. നിനക്ക് നന്നാവണമെന്നും ഗുണം പിടിക്കണമെന്നും ശരിക്കുള്ള ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ തന്നെ നിന്നെ കൊണ്ടുപോയി സംസാരിക്കാം. ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുമെന്ന് അറിയത്തില്ല. വിശ്വസിക്കണമെന്നില്ല. നിങ്ങളുടെ അപ്പച്ചനെയും അമ്മാച്ചനെയും കൊന്നത് ഞാനല്ല. എനിക്കതറിയാം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അപ്പച്ചനെ കൊല്ലാൻ മാത്രം അത് കുഞ്ഞച്ചൻ ചേട്ടൻ ചെയ്യുമെന്ന് എനിക്ക് വിശ്വാസം വരുന്നില്ല. അമ്മച്ചി എവിടെ? ഉപ്പുണ്ടത്തിന് പോയത്. ഓ, ഒളിവിലാണെങ്കിലും കുഞ്ഞച്ചൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. കൊന്നുകളയാൻ ആളെ തേടി പോയതായിരിക്കും. ചേട്ടൻ കണ്ടല്ലോ ആ വേലിയൊക്കെ പൊളിച്ച് കത്തിച്ചിട്ടിരിക്കുന്നത്. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. ആ കാഞ്ഞിരപ്പള്ളി പാപ്പൻ അവരാണ് എല്ലാത്തിന്റെയും പിന്നിൽ. അമ്മച്ചി വരാൻ സമയം കഴിഞ്ഞു, ഇനിയും കാണുന്നില്ലല്ലോ. ആങ്ങളമാരുടെ അടുത്തോട്ടല്ലേ പോയത്? എത്ര രാത്രിയായാലും വരും. ഇല്ല, ഞങ്ങൾ ഒറ്റയ്ക്കേ ഉള്ളെന്ന് അമ്മച്ചിക്കും അമ്മാച്ചന്മാർക്കും അറിയാലോ. ഇത്രയും വൈകേണ്ട കാര്യമില്ല. കുട്ടപ്പൻ അന്വേഷിച്ചു പോയിരിക്കുക. കുട്ടപ്പം പോയിട്ട് എത്ര നേരമായി? 1 മണിക്കൂറോളായി. ഞങ്ങൾക്ക് ആകെ പേടിയാവുന്നു ചേട്ടാ. മോളിക്കുട്ടി അങ്ങ് ക്ഷമിച്ചോളാം. ഞാനൊന്ന് പോയി അന്വേഷിച്ചിട്ട് വരാം.